പിന്നെ ഞാൻ വന്നിട്ടുള്ളത് തേങ്ങാപ്പാലൊന്നും ഒഴിക്കാതെ തന്നെ നല്ല കുറുകിയ ചാറോട് കൂടി നല്ല നാടൻ ടേസ്റ്റുള്ളൊരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ കുറച്ച് ടിപ്സൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കാം. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ ചൂടായി വരുമ്പോൾ 3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്ന വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് എല്ലാം ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് 3 വലിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നല്ല നൈസായിട്ട് അരിയാൻ നോക്കണം കേട്ടോ. ഇനി ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള എത്രത്തോളം വഴന്നോ അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും ചിക്കൻ കറിക്ക്. അപ്പോൾ നല്ല പോലെ കാരമലൈസ് ചെയ്തെടുക്കാൻ നോക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പച്ചമുളകൊക്കെ മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി നമുക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയുടെ പച്ചക്കുത്തൊക്കെ മാറുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റണം കേട്ടോ. പച്ചമുളകൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ചിക്കൻ കറി അപ്പം, ചപ്പാത്തി, പത്തിരി, നൂലപ്പം, പൊറോട്ട, നെയ്ച്ചോറ് അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് കേട്ടോ. ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്ന ഗരം മസാലയാണ്. ഇതിപ്പോൾ 1 ടീസ്പൂൺ ഗരം മസാല ഉണ്ട് കേട്ടോ. ഇനി നമുക്കിതിനകത്തേക്ക് 2 വലിയ തക്കാളി കുരുകൾ ഞാൻ ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ ഇത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പച്ചമുളകും ഞാൻ കുരു കളഞ്ഞിട്ടാണ് ചേർക്കണേ കേട്ടോ. ഇനി നമുക്ക് ഈ തക്കാളിയൊക്കെ നന്നായി കുക്ക് ചെയ്തെടുക്കണം. ഈ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്നൊരു പരുവം അതുവരെ നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്യണം കേട്ടോ. തേങ്ങാപ്പാലൊന്നും ഒഴിച്ചില്ലെങ്കിലും നല്ല തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടും കേട്ടോ നമുക്ക്. ഇതേപോലെ സവാളയും തക്കാളിയൊക്കെ നല്ലപോലെ വഴറ്റണ കാരണം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്ന 3/4 കിലോ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക്. അതിനുശേഷം നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കണം. ഒരു 10 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുതേ, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ ചിക്കനിൽ നിന്ന് തന്നെ അത്യാവശ്യം ചാറൊക്കെ ഇറങ്ങി വരും കേട്ടോ ഇങ്ങനെ മൂടി വെച്ച് വേവിക്കുമ്പോൾ. ഇനി നമുക്കിതിനകത്തേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 കപ്പ് ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും മൂടി വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റും കൂടി വേവിക്കാം. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കാം. ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഫ്രഷ് ആയിട്ട് പൊടിച്ച കുരുമുളക് പൊടിയാണ് എപ്പോഴും നല്ലത് ചിക്കൻ കറിക്ക്. ഇതിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉണ്ടാവും. ഇനി നമുക്കിതിനകത്തേക്ക് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ പകുതി ചെറുനാരങ്ങയുടെ നീരാണ്. ഞാനിപ്പോൾ 1 കപ്പ് നല്ല തിളച്ച വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഇതുപോലെ നന്നായി ടൈം എടുത്ത് വറ്റിച്ചുണ്ടാക്കുന്ന ചിക്കൻ കറിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവും. ചാറിനൊക്കെ നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളറൊക്കെ ഉണ്ടാവും. പിന്നെ ചിക്കൻ കറിയുടെ പീസസിനായാലും നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് ചിക്കൻ കറിയുടെ ടേസ്റ്റും മണവും കളറൊക്കെ കൂട്ടാനായിട്ട് ഒരു സംഭവം ചെയ്യാം കേട്ടോ. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കുകയാണ്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതൊക്കെ ചേർത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പം തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഈ പൊടികളൊക്കെ ഇങ്ങനെ വെളിച്ചെണ്ണയ്ക്ക് ഇടുന്ന് മൂക്കുന്നതിൻ്റെ. ഇതിലേക്കിനി
ഒരു പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, ഇതും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതും കൂടി ചേർക്കുമ്പോൾ നമ്മുടെ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്, പിന്നെ നല്ലൊരു കളറും ഉണ്ടാവും കേട്ടോ. ഇനി നമുക്കൊരു 5 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിലിട്ട് കറി ഒന്ന് വറ്റിച്ചെടുക്കണം. ഈ താളിച്ചൊഴിച്ചതിൻ്റെ മണമൊക്കെ നന്നായിട്ട് കറിയിലേക്ക് പിടിച്ചിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണേ. അപ്പം നമ്മുടെ ചിക്കൻ കറി നല്ല തിക്കായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ചാറുള്ളതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു 1/2 കപ്പ് നല്ല തിളച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിക്കുന്ന ടൈമിൽ ഞാൻ ക്യാമറ ഓൺ ചെയ്യാൻ വിട്ടുപോയി, അതാണ് കാണാത്തത്. ഇവിടെ എല്ലാവർക്കും കഷ്ണത്തിനേക്കാൾ ഇഷ്ടം ചാറാണ് ചിക്കൻ്റെ. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ലൂസാക്കി എടുത്തത് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.